ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ടായിരുന്നു കേട്ടോ പോകുന്നത്. അപ്പം തലേദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റത് കാരണം ഞാൻ ഇന്ന് ഭയങ്കര താമസിച്ചാട്ടോ എഴുന്നേറ്റ്. അപ്പോൾ തക്കുടുമൊക്കെ നേരത്തെ എഴുന്നേറ്റ് പോയായിരുന്നു. അപ്പോൾ അമ്മ അവിടെ എന്തോ വിറകിൻ്റെ പണിയായിരുന്നു. അപ്പോൾ അവളും ആ കൂടെ വിറക് പറക്കലാണ് രാവിലെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളാണ്. നല്ല ഉണക്കമീൻ കറിയുണ്ട്, അതുപോലെ എൻ്റെ ചക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ എടുത്തു വെച്ചതായിരുന്നു, അപ്പോൾ ഇന്ന് രാവിലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. തക്കുടു രാവിലെ എന്തൊക്കെ പണികൾ ചെയ്തു? തക്കുടു രാവിലെ ചെയ്ത പണി അവിടെ മണ്ണ് വാരി കളിച്ചു. പിന്നെ എന്നാ ചെയ്തേ? അമ്മൂമ്മ കൂടെ വിറക് വെട്ടുമായിരുന്നു ഇത്ര നേരം. ഞാൻ അമ്മൂമ്മനെ സഹായിക്കും, നീ അമ്മൂമ്മനെ സഹായിക്കില്ല. അമ്മൂമ്മേനെ സഹായിക്കലായിരുന്നു രാവിലത്തെ തക്കുടുവിൻ്റെ പണി. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവിടെ ഭയങ്കര വിറക് വെട്ടലും വെള്ളം കോരലും ഒക്കെ ആയിരുന്നു. തക്കുടു പുഴുക്കളക്കാൻ പോവുക കേട്ടോ. ചക്കപ്പുഴുക്കളക്കുന്ന പരിപാടിയാണ് കാണിച്ചത്. ഞാനൊന്ന് ശ്രമിച്ചു, പക്ഷെ വിജയിച്ചില്ല. പക്ഷെ എൻ്റെ ദൈവമേ, ഇതാരെയും വിളിക്കുന്ന മാമൂനെയോ? രണ്ട് കൈയും പിടിക്കും. സഹായത്തക്കുടു ഉണ്ടോ? ടേസ്റ്റ് നോക്കുന്നുണ്ടേ. ഉണ്ടോ? ഇളക്കിയപ്പോ തന്നെ പുള്ളിക്ക് മനസ്സിലായി അതിന് ഉപ്പൊക്കെ ഉണ്ടെന്ന് കേട്ടോ. പൊന്നു കൈവിട്ടെ, അമ്മ ഇങ്ങനെ എടുക്കട്ടെ. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ പണിയായതൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എവിടെ ചെന്ന് കഴിഞ്ഞാലും അടിച്ചു വാരില്ല. അതെന്നാ ഇതാണെന്ന് എനിക്കറിയത്തില്ല. എവിടെ ചെന്നാലും ഇതുപോലെ ചൂലും എടുത്തുകൊണ്ട് ഇറങ്ങും അടിച്ചു വരാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നാലും എൻ്റെ മെയിൻ പരിപാടി ഇതാണ്. വേറൊന്നും ഉണ്ടാക്കാനും പറക്കാനും ഒന്നും കൂടിയില്ല. ഈ അടിച്ചു വാരിപ്പറക്കി എപ്പോഴും നടക്കും. ഇവിടെ വീട്ടിലാണെങ്കിലും ഇത് തന്നെ പണി. അപ്പം ഞാൻ അടിച്ചു വരുന്നു, അവളാണെങ്കിൽ ആ കൂടെ കണ്ട ബിസ്ക്കറ്റിൻ്റെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ കവർ അവിടെ എടുത്തിട്ടേക്കുവാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അവളെ വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഓടിപ്പോയി അവിടെ കിടന്ന ബെഡേ കിടന്ന തുണികളും കാര്യങ്ങളും ഒക്കെ മടക്കി വെക്കുക കേട്ടോ. കാണാനൊക്കെ രസമുണ്ട്, പക്ഷെ ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ ഇത് കഴിക്കാൻ. ഇത് വിതരണമാണോ രാവിലെ? അമ്മയ്ക്ക് വേണ്ട, അച്ഛക്ക് കൊടുക്കും. അമ്മയ്ക്കും കൊടുക്കും. ഞാന് മറ്റേ പൊന്നു പൊന്നല്ലേ ഇഷ്ടം. കണ്ണനോട് പറയുമ്പോൾ ഞാൻ പറയുവാണേ കുഞ്ഞേച്ചി കൊടുക്കും. കണ്ണന് ചായ വേണ്ടല്ലോ. അവള് കഴിക്കണോ? ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ജോലിക്ക് പോകാൻ സമയമായി കേട്ടോ. അമ്മ ഇവിടെ അടുത്തൊരു ഹോം സ്റ്റേയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള ചോറും കാര്യങ്ങളും ഒക്കെ ഞാൻ എടുത്തു വെച്ചു. പിന്നെ ചായ ഇട്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചായ എടുത്തുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തക്കുടുവിന് കഴിക്കാനുള്ളത് അമ്മ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവളും പോയി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പാപ്പൻ തന്നെ അപ്പാപ്പൻ തന്നെ അപ്പാപ്പ എങ്ങനെയുണ്ട് അമ്മൂമ്മ ഉണ്ടാക്കിയ അപ്പാപ്പ? സൂപ്പർ ആണോ? കഴിക്കേ. ഈച്ച എങ്ങനെ പറന്നു പോണേ? എങ്ങനെയാ? രാവിലത്തെ ഓരോരോ കലാപരിപാടികൾ. കാക്ക എങ്ങനെ പറന്നു പോണേ? ഞാൻ കേറില്ല, എനിക്ക് പേടിയാ നിന്റെ കൂടെ വണ്ടി കയറി വരാൻ. വേറെ കുട്ടിയോട് കയറാൻ പറയണം. അയ്യേ ആരുമില്ല. അതായത് തവള കയറിയിരിക്കുന്ന പോലെ. അങ്ങനെയാണോ എല്ലാവരും ഇരുന്ന് വണ്ടി ഓടിക്കുന്നേ? പോതക്കിടും.
ഈ വീഴൂടെ. ഓ അങ്ങനെ ഇരുന്ന് ഓടിക്കാനായിരുന്നോ? ആ ഓടിക്കേ. ഞാൻ കേടില്ല നിന്റെ പൊയ്കിൽ. ഒങ്ങുവാനോ ഒങ്ങുവാനോ നീ? ഒങ്ങുവാനോ? ശരിക്കും ഉറങ്ങണോ പൊന്നെ? തക്കുടു അമ്പോ കൂട്ടും കൂടി കയറി കിടന്ന് ഉറങ്ങിയോ? ഓടി കുഞ്ഞിക്കണ്ട് തക്കുടു ഉറങ്ങി. വന്നു കഴിഞ്ഞാൽ ഭയങ്കര മടി. ഏത് നേരം ഉറക്കവും എന്തേലും കഴിക്കലും മാത്രമായിരിക്കും കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റ് ഇപ്പം ആരെയും കാണാനില്ല. തക്കുടുവിനെയും അമ്മേനെയും ഒന്നും കാണാനില്ല. പോയി നോക്കിയിട്ട് വരട്ടെ എവിടെയാണ്. ഇവിടെ എവിടെയോ ചക്ക ഇടാൻ പോണ ആരെയൊക്കെ പറഞ്ഞായിരുന്നു. പോയി നോക്കിയിട്ട് വരട്ടെ. അവിടെ വെക്കാൻ അവള് തന്നെ ചക്ക തിന്നോ ഞാൻ ചോദിച്ചിട്ട് അവള് തരുന്നില്ല. ദുഷ്ടത്തി തക്കുടു. ശരി സച്ച് തരാവോ? അയ്യോ എനിക്ക് അറിയത്തില്ല. ചക്ക ചക്കക്കുരു അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ കൊച്ചു കഴിക്കുന്ന. വെള്ളം ഇവിടെ കുഞ്ഞൊരു തോടുണ്ട്. തോട്ടിൽ പോണമെന്നും പറഞ്ഞോടാട്ടോ ഇനി അടുത്ത വഴക്ക്. എവിടെ? ഇല്ല വെള്ളത്തിലൊന്നും കൊണ്ടുപോയില്ല. ഞാൻ നിന്നെ കാണാത്തോണ്ട് ഇങ്ങ് വന്നതാ. ഞാൻ പോവുക തിരിച്ച്. എനിക്ക് പോയി ആ ഇവിടെയൊക്കെ ചക്കയൊക്കെ പഴുത്ത് കിടക്കോട്ടോ. തലേ ചാടാണ്ട് സൂക്ഷിച്ച് പോകാൻ പറഞ്ഞാ വിളിച്ചിട്ട്. ബാടി ഓടിക്കോടി തക്കടു. ചക്കയും മാങ്ങയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുകും. അയ്യോ എന്ത് കൊതുകും ഉറുമ്പുവാണോ മതി. ഒരു രക്ഷയില്ല ഇങ്ങോട്ട്. ഇവിടെ മുഴുവൻ ചെളിയും. ഇങ്ങനെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പല്ലെപ്പം പോയി കിട്ടുമെന്നറിയത്തില്ല. ആ പരുവത്തിലുള്ള വഴികളാട്ടോ എല്ലാ വഴിയിലും. അത് എത്രയൊക്കെ സൂക്ഷിച്ചടിച്ച് വാരിയിട്ടാലും ഇങ്ങനെ നമ്മൾ തൂമ്പയൊക്കെ വെച്ച് ഇങ്ങനെ ചിരണ്ടിയൊക്കെ കളയും വടിച്ചൊക്കെ. പക്ഷെ എങ്ങനെയൊക്കെ ഇതാക്കിയാലും ഇതിലൂടെ നിറച്ചും പായലൊക്കെ വരും. അതുകൊണ്ട് തക്കുടൂനെ നേരത്തെ വിളിച്ചുകൊണ്ട് ഞാൻ പോകും. അമ്മച്ചിയും കാണാനും കൂടെ ചക്കയൊക്കെ എടുത്തുകൊണ്ട് പയ്യെ വരും. ബാ കയറിപ്പോ. ഇങ്ങോട്ട് അത്യാവശ്യം തോർച്ചയുള്ള ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. അതുകൊണ്ട് ഇതിലൂടെ ഫുള്ള് നനഞ്ഞൊക്കെ കിടക്കുക. ചീവീടിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? ഏത് നേരം ഇവിടെ ഇത് തന്നെ കേട്ടോ. ഇപ്പം അടിമാലിലും ഉണ്ട് ഈ സാധനം. കഴിഞ്ഞ ദിവസം അകത്ത് കയറി പെരക്കകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മറ്റേ ഇവിടെയും അവിടെയും ചീവീടുള്ള കാര്യം അറിയുന്നത്. ഇത്രയും നാളും ഇല്ലായിരുന്നു. പക്ഷെ മഴ തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങോട്ടും ചീവീടൊക്കെ ഉണ്ട്. കേട്ടോ. ആണോ? ഇവിടെ വെക്കണം മാമ ചക്ക. അപ്പം അതെൻ്റെ ചക്ക കൊണ്ടുവന്നിട്ടുണ്ട്. വരിക്കച്ചക്ക. എന്നെ പോലും അമ്മൂമ്മയ്ക്ക് ആ എന്നാ മേയ്ക്കാൻ പോവാ? ബിസ്ക്കറ്റോ? ഞങ്ങൾ ബിസ്ക്കറ്റ് മേയ്ക്കാൻ പോവാ. ബിസ്ക്കറ്റ് ചായക്കകത്ത് മുക്കി തിന്നാൻ ബിസ്ക്കറ്റ് മേയ്ക്കാൻ പോവാ. ഞങ്ങളുടെ കൂടെ അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ അമ്മൂമ്മ. എന്നാ ഗൗരവത്തിലായിരിക്കണം. നമ്മളിവിടെ പോകുന്നു ബിസ്ക്കറ്റ് മേയ്ക്കാൻ. അത് അവിടെ നിന്ന് എടുക്കണം. അതതിൻ്റെ തിടുന്നു പൊന്നിൻ്റെയാ. പൊന്നെ ഇവിടെ വാ. എവിടെ ചെന്നാലും ഏതെങ്കിലും ഒരു പട്ടീനെയും പൂച്ചേനെയും കാണും. അതിൻ്റെ പുറകെ പോകും. ഇവിടെ വാ. അപ്പം ഞങ്ങൾ ചെറിയൊരു പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം കേട്ടോ.
അപ്പം ഇങ്ങോട്ട് വന്ന ഓട്ടോ തിരിച്ച് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കിട്ടിയില്ല. അപ്പോൾ വേറൊരു ഓട്ടോയ്ക്കാണ് കയറി പോകുന്നത്. അപ്പോൾ ആ ഓട്ടോയിലെ ചേട്ടനെ പരിചയപ്പെടുക കേട്ടോ തക്കടുവോ. അപ്പോൾ ആദ്യമായിട്ടാണ് പുള്ളി ആ വണ്ടിയിൽ കയറുന്നത്. അപ്പോൾ അത് കാരണം ആ ചേട്ടനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് പരിചയപ്പെടുമായിരുന്നു. അപ്പോൾ കണ്ണാടിപ്പാറ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു പള്ളിയുണ്ട്. അപ്പോൾ അവിടെ പെരുന്നാളായിരുന്നു കേട്ടോ. അച്ഛനെ കൊണ്ടുപോണ്ടേ? പിന്നെ അതിനെ കൊണ്ടുപോകാൻ എങ്ങനെ അമ്മ കല്യാണം കഴിക്കുന്നത്? തക്കടുവിന് സങ്കടം, അച്ഛയുടെയും അമ്മയുടെയും കല്യാണത്തിന് തക്കടും ഇല്ലായിരുന്നു എന്ന്. എങ്ങനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും? ഓരോരോ കാര്യങ്ങളാണ് ഓരോ ദിവസം. അപ്പം ഫോട്ടോയിൽ കണ്ടിട്ട് അച്ഛയുടെയും അമ്മയുടെയും കല്യാണത്തിന് ഞാൻ മാത്രം ഇല്ലായിരുന്നു. സാരമില്ല കേട്ടോ, കേട്ടോ. ഇത് ഭയങ്കര സീരിയസ് കാര്യം പോലെ പിണങ്ങിയിരിക്കുന്ന. അങ്ങോട്ട് പോകണ്ട, അമ്മൂമ്മ വെള്ളം കുത്തിയിട്ട് വരട്ടെ. ഞങ്ങൾ വേണ്ടേ പാർത്തോടിനൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മ ഇനി വെള്ളവും കൂടെ കുത്തിയിട്ട് വേണം ഇനി വീട്ടിലോട്ട് കയറി പോവാൻ. ഇവിടെ പോരെ, അങ്ങോട്ട് പോകണ്ട. എന്നെ തക്കിടുവത് ആര് പിടിച്ചോണ്ട് വന്നു? ആരെ പിടിച്ചോണ്ട് വന്ന മീമിനെ? അയ്യോടാ കുരിനകത്താണ് അച്ഛ പിടിച്ചോണ്ട് വന്ന മീമി. എല്ലാത്തിനും തന്നെ ജീവനുണ്ടല്ലേ.